സത്യേന്ദ്ര ജെയിൻ അറസ്റ്റിലായതിന് പിന്നാലെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ ആം ആദ്മി പാർട്ടി. മലിനജല സംസ്കരണ പ്ലാന്റ് ടെൻഡർ ക്രമക്കേട് കേസിലാണ് മുൻ മന്ത്രിയെ ഡൽഹി ആന്റി കറപ്ഷൻ ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഈ സത്യേന്ദ്ര ജെയിനാണ് ഈ CJP പാറ്റ കലാപകാരികൾക്ക് ചെല്ലും ചെലവും കൊടുത്തത് ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായി നിന്ന്. ഇയാളാണ് ഈ CJP അംഗങ്ങൾക്ക്, ഈ കലാപകാരികൾക്ക് പണം എത്തിച്ചു കൊടുത്തതും ആളെ എത്തിച്ചു കൊടുത്തതും. അതിഗംഭീര ഓർഗനൈസറാണ്. അപ്പോൾ സത്യേന്ദ്ര ജെയിൻ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ച നിങ്ങൾക്ക് തൽക്കാലം തീഹാർ ജയിലിലേക്ക് വിടാം. പിന്നീട് എപ്പോഴെങ്കിലും കാണാം. വാർത്തയിലേക്ക്. ഡൽഹി ആന്റി കറപ്ഷൻ ബ്രാഞ്ച് സത്യേന്ദ്ര ജെയിൻ ഉൾപ്പെടെ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഡൽഹി ജൽ ബോർഡ് മുൻ CEO ഉദിത് പ്രകാശ് റായ്, മുൻ കോൺട്രാക്ച്വൽ കൺസൾട്ടന്റ് അങ്കിത് ശ്രീവാസ്തവ, നാഗേന്ദ്ര യാദവ്, രാജ്കുമാർ, പങ്കജ് വർമ്മ എന്നിവരാണ് അറസ്റ്റിലായ മറ്റാളുകൾ. അരവിന്ദ് കെജ്രിവാൾ സർക്കാരിലെ ജലവിഭവ മന്ത്രിയായിരുന്നു സത്യേന്ദ്ര ജെയിൻ. ഡൽഹി ജൽ ബോർഡിന്റെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികളിൽ വലിയ തോതിൽ ക്രമക്കേടുകളും ക്രിമിനൽ ഗൂഢാലോചനയും ഉൾപ്പെടെ നടന്നെന്ന കേസിലാണ് അറസ്റ്റ്. ഡൽഹി സർക്കാരിന്റെ ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2024 മെയ് മാസത്തിൽ രജിസ്റ്റർ ചെയ്ത FIR-ലാണ് അറസ്റ്റ് നടപടിയിലേക്ക് എത്തിയത്. അതേസമയം കേസിൽ മറ്റ് ചില ഉന്നതർക്കും ബന്ധമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ACB അന്വേഷണം തുടരുന്നത് ആം ആദ്മി പാർട്ടിയെ ആശങ്കയിലാക്കുകയാണ്. സത്യേന്ദർ ജെയിൻ നേരത്തെയും അനധികൃത പണമിടപാട് കേസിൽ 18 മാസം ജയിലിൽ കിടന്നിരുന്നു. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടിലാണ് ആം ആദ്മി പാർട്ടി. ഇപ്പോൾ മുൻ മന്ത്രിയുടെ അറസ്റ്റിന് കാരണമായ അഴിമതി നടന്നെന്ന് ആരോപിക്കുന്ന സമയത്ത് അദ്ദേഹം ജയിലിലായിരുന്നെന്ന് ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാട്ടി. എന്നാൽ ജയിലിൽ കിടന്ന് എങ്ങനെ അഴിമതി നടത്താമെന്ന് ആം ആദ്മി പാർട്ടിക്ക് അറിയാമെന്ന പരിഹാസമാണ് BJP-യുടേത്. ജനം, ഡൽഹി.